ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നതാ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഇന്നെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പോൾ പിറന്നാളായിട്ട് ഇന്ന് ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ അമ്മമ്മ ഉണ്ട് കേട്ടോ, അമ്മയുടെ അമ്മയ്ക്കുണ്ട്. അപ്പോൾ അമ്മയുടെ മൂന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കുട്ടാപ്പിയോടെ കാണാമല്ലോ ഗൈസ്. ഇപ്പോൾ കുറേ നാളുകളായിട്ടുള്ള പിറന്നാളിനൊക്കെ ഓഫീസിൽ പോവുക, ജോലിക്ക് പോവുക, തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ വിചാരിച്ചു ഇന്ന് ജോലിക്ക് പോകണ്ട, ഫുൾ ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കാം, വീട്ടിൽ തന്നെ ചുമ്മാ ഇരുന്ന് ഒരു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടാ. വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടാ. ഞാൻ പുറത്ത് വന്ന് വീഡിയോ എടുക്കണോണ്ട് തന്നെ എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോയെന്നാണ് കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കിട്ട് നോക്കണത്. അപ്പോൾ ഇതാ ഇവിടെ കുറേ ചെടികളും ഒക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തെച്ചിമേലൊക്കെ ഇങ്ങനെ കുഞ്ഞിക്കിളികളൊക്കെ വന്നിട്ട് തേൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കിളികളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പിറന്നാളായിരുന്നു കേട്ടോ അത്. എല്ലാ പിറന്നാളും ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ജോലിക്ക് പോവും, ജോലിയുള്ള ദിവസമാണെങ്കിൽ ജോലിക്ക് പോകും, സ്കൂളുള്ള ദിവസമൊക്കെ ആണെങ്കിൽ കോളേജിലുള്ള ദിവസമാണെങ്കിൽ അങ്ങനെ കോളേജിലേക്ക് പോയിട്ട് വരാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഈ ഒരു പിറന്നാൾ ഞാൻ വിചാരിച്ചു എവിടേക്കും പോകണ്ട, ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കാം, ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ പണ്ടൊക്കെ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ പിറന്നാളൊക്കെ ആഘോഷിക്കാനായിട്ട്. കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് പിറന്നാൾ ആഘോഷിക്കണം, കേക്ക് മുറിക്കണം, മിഠായി വാങ്ങിക്കണം. അങ്ങനെ എൻ്റെ ഒരു പിറന്നാളിന് ഓർമ്മ വെച്ചതിന് ശേഷമുള്ള ഒരു പിറന്നാളിന് ഞാനിങ്ങനെ കേക്ക് മുറിക്കാനും മിഠായി കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കുടിച്ച സമയങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരു പിറന്നാളിന് ഞാനിങ്ങനെ കേക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ ഞാൻ നോക്കിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഇപ്പം അങ്ങനെ കേക്ക് മുറിക്കുക അങ്ങനത്തെ ആഘോഷങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴങ്ങനെ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്ന് ചെടികൾ ഇപ്പോഴത്തെ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട് കേട്ടോ. അമ്മയും ചേച്ചിയൊക്കെ കൂടിയിട്ട് കുറച്ച് പച്ചക്കറി വെജിറ്റബിൾസ് ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകുകളൊക്കെ അത്യാവശ്യം പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു തരം പടരണ വഴുതനങ്ങ അങ്ങനെയാണ് കേട്ടോ. പടരണ വഴുതനങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പടരണ വഴുതനങ്ങ കാണുന്നത്. അപ്പോൾ അതൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മേൻ്റെ ചേച്ചിയുടെ പണികളാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നടലും കാര്യങ്ങളൊക്കെ. പിന്നെ പിറന്നാളായിട്ട് അമ്മ പായസം വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ അമ്മയുടെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ചേച്ചിയുടെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വിഷ്ണു എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് ഗൈസ്, ഇതാ കുഞ്ഞ് വെള്ളരിക്ക അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റോബസ്റ്റ് വാഴ വെച്ചിട്ടുണ്ട്, അതൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ തൊട്ട് തരുന്നുണ്ട് കേട്ടോ. കുട്ടാപ്പിയോളനെ കാണാണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് കല്ലു ബേബി വന്നിട്ടുണ്ട് കേട്ടോ. കല്ലൂന്നും കുട്ടാപ്പിന്നും ഒക്കെ വിളിക്കും കേട്ടോ. അപ്പം ഞാൻ കല്ലുവിന് ഇത്തിരി പായസം കൊടുത്തു. നല്ല പടപടക്കിൻ്റെ കുട്ടാപ്പി ചേച്ചിൻ്റെ പിറന്നാളാട്ടാ. കല്ലുന്ന് നിന്നെ പാച്ച കുടിക്കുന്നത് എൻ്റെ പിറന്നാളാണ്. കല്ല് ചേച്ചിൻ്റെ പിറന്നാളുണ്ട്. കല്ല് നോക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ പിറന്നാളായിട്ട് പാച്ച. കല്ലു ഇവിടെ പാച്ചത്തിരി നേരെ കല്ല് പാച്ച് കുടിച്ചിട്ടാ. അങ്ങനെ കല്ലു പായസം കുടിക്കാൻ കഴിച്ചു. കല്ലുവിൻ്റെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തില്ലെന്ന് ആരും വരാത്ത പറയരുത്. കല്ലുവിൻ്റെ പ്ലേറ്റ് പുറത്താ പ്ലേറ്റ് എടുക്കാൻ പോയാൽ കല്ലുവിൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ കല്ലുവിനെ അറ്റാക്കി. കല്ലു ഹാപ്പി ബർത്ത്ഡേ അയ്യോ. കല്ലു എല്ലാവരും ഹായ് പയ്യോ. ഹാപ്പി ബർത്ത്ഡേ പയ്യോ. കല്ലുമണി കല്ലു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കല്ലുവിന് പാല് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. പാൽ ചായയുടെ മണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കല്ലു എവിടെയാണെങ്കിലും ഓടി വരും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പാല് കുടിക്കാനായിട്ട്. അപ്പോൾ പായസം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോഴേക്കും അടുത്ത ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് വേണം?
വെരി ഗുഡ്, വെരി ഗുഡ് ബേബി. ഈ ആൾക്ക് വന്നിട്ട് കറുമുറു സാധനങ്ങളാണ് ഇഷ്ടം. പായസമൊന്നും അത്ര ഇഷ്ടമില്ല, പക്ഷെ കറുമുറു സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക വറുത്തൊക്കെ കഴിച്ചിട്ട് ആളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെറ്റിനെ. പൂച്ച, പട്ടി, അതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ റോട്ടിൽ കൂടെ പോണ പട്ടികൾ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അവറ്റങ്ങളിങ്ങനെ വാലിട്ടാട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെച്ച് കൊടുക്കൂട്ടാ. എന്ന് വെച്ചിട്ട് റോട്ടിൽ കാണുന്ന പട്ടീനെ മുഴുവൻ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരിക അങ്ങനെയല്ല. നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ. അപ്പോൾ കിടന്ന് കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴയും ഒക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തുള്ളി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ജനലൊക്കെ തുറന്നിട്ട് മഴയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കുറച്ച് ഇരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സൈലൻ്റായിട്ട് പൂച്ചകൾ വന്നപ്പോഴാണ് കേട്ടോ ഒരു കുറച്ച് വൈലൻ്റ് ആയിരുന്നത്. ഇതുവരെ ഭയങ്കര സൈലൻ്റ് ആയിട്ടൊരു ദിവസമായിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു, കുറേ കാര്യങ്ങൾ സ്വപ്നം കണ്ടു, പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചൊരു ദിവസമാണ്. അപ്പം അങ്ങനെ ഒരു വർഷം കൂടി കടന്നു പോയിരിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.